ഇപ്പോൾ ദൈവം കല്ലറയിലാണ്. മരിച്ച് അവൻ മൃതരോടുകൂടെ അടക്കപ്പെട്ടു. ഈശോയുടെ മരണശേഷം അവൻ എപ്പോഴാണ് ഉദ്ധാനം ചെയ്തതെന്ന ചോദ്യത്തിന് ബൈബിളിലാണെങ്കിലും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലാണെങ്കിലും മരണത്തിന് ശേഷം അവൻ മൃതരോടുകൂടെ സംസ്കരിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം കല്ലറയിലായിരിക്കുന്ന ഈ ദിവസമാണ് ശനിയാഴ്ച. എങ്കിലും പണ്ട് മുതൽക്കേ ഇത് വലിയ ശനി എന്നാണ് അറിയപ്പെടുന്നത്. ദൈവം കല്ലറയിലായിരിക്കുന്ന ഈ ശനിയാഴ്ച എങ്ങനെയാണ് വലിയ ശനിയാഴ്ചയാകുന്നത്? മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്ന ഏതൊരു മനുഷ്യനും ക്രിസ്തുവിൽ പുനർജനിക്കണമെന്നുള്ളൊരു വിശ്വാസം അവനെ അനുഗമിച്ചിരുന്ന ഏതൊരു ക്രിസ്ത്യാനിക്കും ഉണ്ടായിരുന്നു. പൗലോസ്ലീഹ അവൻ്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്, അവനോടുകൂടെ സഹിക്കുകയും അവനോടുകൂടെ മരിക്കുകയും അവനോടുകൂടെ അടക്കപ്പെടുകയും ചെയ്യുന്നവൻ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടും. ഇത് തന്നെയാണ് വലിയ ശനിയാഴ്ചയുടെ വലിയ പ്രത്യേകത. അവനോടുകൂടെ മരിച്ച് നമ്മുടെ സഹനങ്ങൾ അവനോടുകൂടെ സഹിച്ച് നമ്മുടെ ജീവിതം അവനോടുകൂടെ അടക്കപ്പെട്ട് അവനോടുകൂടെ 3-ാം ദിവസം അവൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേരണം എന്നത് തന്നെയാണ് വലിയ ശനിയാഴ്ചയുടെ ഏറ്റവും വലിയ അർത്ഥം. അതിൻ്റെ അനുസ്മരണവും ഓർമ്മയുമായിട്ടാണ് അന്നത്തെ ദിവസം ജനിച്ചപ്പോൾ മാമോദിസ മുങ്ങിയ അതേ വ്രതവാഗ്ദാനം ഏറ്റുപറഞ്ഞുകൊണ്ട് ബോധത്തോടും വിവരത്തോടും കൂടെ ഏറ്റുപറഞ്ഞതുകൊണ്ട് മാമോദിസ നവീകരണം നമ്മൾ നടത്തുന്നതും അവൻ്റെ ഉദ്ധാനത്തിൽ പങ്കുകാരാകുന്നതിൻ്റെ അടയാളമായി പുതിയ തിരി വെഞ്ചിരിച്ച് നൽകുന്നതും. അന്നു മുതൽ ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഒന്നു ചേർന്ന് നമ്മളെല്ലാവരും അവൻ്റെ ഉദ്ധാനത്തിൽ പങ്കുചേർന്ന് പുതിയ സൃഷ്ടിയായി മാറുകയാണ്, ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെയാണ് ദൈവം കല്ലറയിലായിരിക്കുന്ന ആ ശനിയാഴ്ച വലിയ ശനിയാഴ്ചയായി മാറുന്നത്. അവനോടുകൂടെ അടക്കപ്പെട്ട നമ്മളും 3-ാം ദിവസം അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മെ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്ന അവനോടുകൂടെ അടക്കപ്പെടുന്ന ആ ദിവസമാണ് വലിയ ശനിയാഴ്ച. നമുക്കെല്ലാവർക്കും ഒരുങ്ങാം വലിയ ശനിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങളിൽ നമ്മളെ തന്നെ മാമോദിസ വ്രതവാഗ്ദാനത്തിലൂടെയും പുതിയ തിരി ഏറ്റെടുക്കുന്നതിലൂടെയും അവനോടുകൂടെ അടക്കപ്പെട്ട് അവനോടുകൂടെ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ.